എന്നത്തെയും പോലെ രാവിലെ തന്നെ ചിയാ സീഡിൻ്റെ വെള്ളം കുടിച്ചിട്ട് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുടിക്കാൻ വേണ്ടി 1 മിനിറ്റ് നേരം അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുക്കറിലോട്ട് ഒരു മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചു കൊടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് തണ്ണിമത്തൻ എടുത്തുകൊണ്ട് വന്ന് തണുപ്പ് മാറാൻ വേണ്ടി മുറിച്ചൊരു കഷ്ണം പുറത്ത് വെച്ചു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ഞാൻ സാമൂന വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്രെഡിൻ്റെ കവറുമ്മ സാമൂൻ എന്നിട്ട് എഴുതിയേക്കണത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് മയോനൈസൊക്കെ പറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നിന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം ഞാൻ എന്നത്തെ പോലെ എൻ്റെ പഴവും മുട്ടയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇക്ക ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഒരു കഷ്ണം ഞാൻ കഴിച്ചു നോക്കിയതാണ്. പിന്നെ ഇന്ന് ചെമ്മീൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതും പാല് പിഴിഞ്ഞിട്ടുള്ള ചെമ്മീൻ കറി. അപ്പോൾ നാളികേരം വേഗം തന്നെ അരച്ച് പാലൊക്കെ പിഴിഞ്ഞെടുത്ത് വെക്കുകയാണ്. കറണ്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴയായ കാരണം കറണ്ടിൻ്റെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ടാം പാലിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചിയൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് കറി വെക്കണ ചട്ടിയിലോട്ട് കറിവേപ്പിലയും പുളിയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് തിളച്ച് വരട്ടെ. ആ നേരം കൊണ്ട് കുറച്ച് പച്ചക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെമ്മീനിൽ കായ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് കായ ഉപ്പേരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചെമ്മീനിൽ ഇടാനുള്ള കായൊക്കെ ഞാൻ ആദ്യം തന്നെ വേവിച്ച് ചെമ്മീനിൽ ഇട്ട് കൊടുത്തു. കൂടെ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ രണ്ടാം പാലല്ല, ആദ്യത്തെ പാല്. രണ്ടാം പാലിലാണ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത്. ഇത് ആദ്യത്തെ പാലാണ്. ആ പാലും കൂടി ഒഴിച്ച് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് കുറച്ച് ചെമ്മീൻ അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ കറിയിലിട്ട ചെമ്മീൻ കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല. അതുകൊണ്ട് വേറെ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു. ആ ചട്ടിയിൽ തന്നെ കായ കാച്ചാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ അതേ തിളച്ച് വറ്റി നെയ്യൊക്കെ പിരിഞ്ഞിരിക്കുന്നുണ്ട്. അതിലോട്ട് ഉള്ളി കാച്ചി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കായ കാച്ചിയെടുക്കാം. അപ്പോൾ മസാലയോട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കായയും കൂടി കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ, കായ കാച്ചിയത്, ചെമ്മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഊണ് സെറ്റ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടേക്ക് ഒന്ന് തുടച്ചിട്ടു. പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്നു. പാത്രം കഴുകി കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കാനൊക്കെ പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അവിടെ വന്ന് കിച്ചണിൽ വന്ന് ഈ കഴുകൽ പരിപാടികൾക്കൊക്കെ നിൽക്കണ്ടേ. അങ്ങനെ ഇത് കഴിക്കാൻ വന്നു. മോൾക്കുള്ള ചോറ് എടുത്തു. അവൾ കറിയുടെ ചാറ് മാത്രമേ കൂട്ടണുള്ളൂ, പിന്നെ ചെമ്മീൻ ഫ്രൈയും. അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.